ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇവിടെ കാണിക്കൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുറേ രക്തം മൂത്രമൊക്കെ ടെസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തുള്ള ലാബ് പോയി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അതുപോലെ കുറേ നോക്കി, 2 കൈയ്യുമ്മലും എല്ലായിടത്തും നോക്കുന്നുണ്ട്. സാധാരണ തന്നെയാണ് പതിവ്. എന്ന് നോക്കിയാലും കിട്ടില്ല, ഞരമ്പ് കിട്ടില്ല. ഞരമ്പ് ചെറുതാണെന്ന് അവർ പറയണത്, കിട്ടണില്ല. അത് പണ്ടേ എല്ലാ പ്രശ്നമാണ്. ഇനി അഥവാ ഒന്നിട്ട് കിട്ടിയാൽ തന്നെ കുറച്ച് കിട്ടും, ബാക്കി രക്തം കിട്ടില്ല. അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നോക്കും ഞരമ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഏതായാലും ഒരു സാധാരണ കുത്തണവരൊന്നും കുത്തരില്ല, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പോലും വിളിച്ചലാണ്. സാധാരണ പോലെ എല്ലാവരും കുത്തണ സിസ്റ്റർമാരല്ല കുത്തലൊക്കെ. ഏതായാലും അതിനൊക്കെ ആൾ വന്ന് കുറേ നോക്കി. എന്തൊരു ഭാഗ്യത്തിന് അൽഹംദുലില്ല ഒരൊറ്റ കുത്തിന് തന്നെ കിട്ടി. ഒരൊറ്റ കുത്തിനെ കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ഒന്ന് തന്നെ കിട്ടിയല്ലേ. മറ്റേത് കുറേ കുത്തി പോകുമ്പോൾ ആൾ ഭയങ്കര സന്തോഷത്തിലേക്കാരം, തിരിച്ചു പോരുമ്പോൾ ഭയങ്കര കരച്ചിലേക്കാരം. ഓര് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഓളോട്. ഓക്ക് കുറഞ്ഞൊരു കേൾവിക്കുറവുണ്ട്, അതുകൊണ്ട് ഓക്കതൊന്നും മനസ്സിലാവണില്ല. സാധാരണ നമ്മൾ പറയണതൊന്നും ഓക്ക് ശരിക്കും മനസ്സിലാവില്ല, എല്ലാതൊന്നും മനസ്സിലാവില്ല. അങ്ങനെയൊക്കെയാണ്. വലിക്കരുതിട്ടോ, വേദനയാവട്ടോ. മെല്ലെ 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 കേട്ടോ. ആദ്യം ഇളക്കില്ല, സൂപ്പറാ. ഇളക്കല്ല കേട്ടോ. ഞങ്ങൾ എൻഡോസ്കോപ്പി ചെയ്യാനാണ് പോണത്. അവിടെ ചെന്നാലത് ഇനി വേറെ ഉണ്ട് കിടക്കണം. സാധാരണ അതിനൊന്നും പേടി ഉണ്ടാവില്ല, ഇപ്രാവശ്യം ഭയങ്കര പേടിയേക്കാരം. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അവിടെ റൂമിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇപ്പോൾ വരുന്ന പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ചെയ്യണമെന്ന് മുപ്പത്തേർക്ക് ഇനിയും അറിയില്ല. അറിഞ്ഞാൽ ഭയങ്കര പേടിയേക്കാരം. ഏതായാലും കുറച്ച് കരഞ്ഞിക്കണ ചെയ്തപ്പോൾ നല്ല വേദന ഉണ്ടായിരുന്നു. അത് കാരണം ഭയങ്കര ഇൻഫെക്ഷൻ വന്നു ചെയ്തു. അപ്പോൾ ടെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണിപ്പോൾ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ. നല്ല സെറ്റപ്പാണ്. ഇവിടെ ജനിച്ചെന്ന് 2 മാസം ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു. അപ്പോൾ വലിയ വൃത്തി ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര സെറ്റപ്പാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കാളും നല്ല സെറ്റപ്പാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടി. ഞങ്ങളിഞ്ഞ് പോരുകയാണ്, വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇതിൽ കൂടെയൊക്കെ കുറേ കാലം ഞങ്ങൾ നടന്നിക്കണ്. ഓളം കൊണ്ട് 2 മാസം അഡ്മിറ്റായി നിന്ന് ഈ റോഡ് കൂടെയൊക്കെ കുറേ കാലം നടന്നിക്കണ്. മറക്കാൻ പറ്റാത്ത റോഡാണ് ഇതൊക്കെ. കോഴിക്കോട് എന്ന സ്ഥലം എന്താണെന്ന് അറിയാത്ത ഞാൻ കോഴിക്കോട് അങ്ങാടി ഫുള്ളും എനിക്കറിയപ്പോൾ രക്തം ടെസ്റ്റ് ചെയ്യാനായിട്ടും മൂത്രം ടെസ്റ്റ് ചെയ്യാനായിട്ടും അവിടെ അല്ലാത്ത ടെസ്റ്റുകളൊക്കെ പുറത്തേക്ക് വിടുമല്ലേ, അങ്ങനെ കുറേ പോയിക്കണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.